Hello and welcome to another productive episode of UPSC with Aishwarya. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു റീഡ് ലൈക്ക് എ പ്രോ. ഏതൊരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു ബുക്കും എങ്ങനെ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും വായിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ അതിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം റീറ്റെയിൻ ചെയ്യാനും പിന്നീട് വായിക്കുമ്പോൾ വളരെ ഈസി ആയി തോന്നാനും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒരു റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, ഡ്യൂറിങ് റീഡിംഗ് എന്തൊക്കെ ചെയ്യണം, റീഡിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊരു ടെക്സ്റ്റ് ബുക്കും സിംപ്ലിഫൈ ചെയ്യാം, ഏതൊരു ബുക്കും സിംപ്ലിഫൈ ചെയ്തിട്ട് വായിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം സാധിക്കുമെന്നുള്ളത് ഞാൻ ഉറപ്പു തരാം. ഒരു ബുക്ക് വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ എടുക്കേണ്ട കുറച്ച് ഡിസിഷൻസ് ഉണ്ട്, അതായത് ആ ബുക്ക് എങ്ങനെ വായിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യമാണ് യൂസിങ് പോയിന്റേഴ്സ്. പോയിന്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പേജ് വായിക്കുമ്പോൾ ആ പേജിൽ നമ്മൾ വിരൽ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു പെന്ന് കൊണ്ടോ നമ്മൾ പോയിന്റ് ചെയ്ത് വായിക്കുമ്പോൾ കൂടുതൽ അത് ബ്രെയിനിലേക്ക് അസിമുലേറ്റ് ചെയ്ത് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പോയിന്റഡ് റീഡിംഗ് അല്ലെങ്കിൽ പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള റീഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്താ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ് വോക്കലൈസേഷൻ ഒഴിവാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ വേർഡും ഇങ്ങനെ മൈൻഡിൽ റീഡ് ചെയ്യുന്ന പരിപാടി നമ്മൾ നിർത്തണം. എന്നിട്ട് അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ഡിക്ഷണറി എന്നുള്ളൊരു വേർഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഡിക്ഷണറി എന്നുള്ള വേർഡ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അതിൻ്റെ ഒരു ഓവറോൾ ഡിക്ഷണറി എങ്ങനെയായിരിക്കും ആ ഒരു വേർഡ് എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ വേർഡ് നമുക്ക് ഇപ്പോൾ സ്പെല്ലിംഗ് തെറ്റിച്ചെഴുതിയാൽ പോലും നമുക്ക് ആ വേർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് നമുക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷ്വലി അതിനെ കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങളൊരു മെത്തേഡായിട്ട് എടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ വേർഡ്സും ഇങ്ങനെ പെറുക്കി വായിക്കുന്ന ആൾക്കാരുണ്ട്. അത് ചെയ്യരുത്. റീഡ് ഇൻ ചങ്ക്സ്, അതായത് ഒന്നിച്ച് വായിക്കാം. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒരുമിച്ച് വായിച്ചു പോവുക. അല്ലാണ്ട് ഓരോ വേർഡ്സ് ആയിട്ട് പെറുക്കി വായിക്കുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ഫോർ എവർ. അത് ഭയങ്കര മടുപ്പിക്കും. ഒരു വേർഡിൽ നിന്ന് മറ്റു വേർഡിലേക്കുള്ള കണക്ഷൻ നമ്മൾ ലോസ്റ്റ് ആവും. പെട്ടെന്ന് ആ ഒരു സബ്ജക്റ്റിൽ നിന്നുള്ള ഫോക്കസ് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും ചങ്ക്സ് ആയിട്ട് വായിക്കുക. ഒരു ഫുൾ സെൻറ്റൻസോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ ഹാഫോ ഒക്കെ ഒരുമിച്ച് വായിച്ച് പോവുക. അല്ലെങ്കിൽ ഒരു 2-3 സെൻറ്റൻസ് ഒരുമിച്ചോ അങ്ങനെയൊക്കെ വായിച്ച് പോകുന്നതിനെയാണ് ഈ ചങ്ക് റീഡിംഗ് എന്ന് പറയുന്നത്. അതും ഒരു ഡിസിഷനാണ്. നമ്മൾ വായിക്കുന്നതിന് മുമ്പേ നമ്മൾ എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. നമ്മൾ ഏത് ബുക്ക് വായിക്കാൻ തുടങ്ങുമ്പോഴും ആ ബുക്കിനെ വായിക്കുന്നതിന് മുമ്പേ, അതായത് ഡീപ്പ് ലേണിംഗ് ചെയ്യുന്നത്, ഡീപ്പ് റീഡിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് സ്കിം ചെയ്ത് പോകണം. അതായത് ഒന്ന് ഓടിച്ചു നോക്കണം. ആ ഓടിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളത് ഡീപ്പ് റീഡിങ്ങിലേക്ക് പോകാൻ പാടുള്ളൂ. അതായത് അടുത്ത ചാപ്റ്ററിൽ എന്ത് വരുന്നു അല്ലെങ്കിൽ അടുത്ത പേജിൽ എന്ത് വരുന്നു എന്നുള്ളൊരു ഓവറോൾ ധാരണ, എത്ര പേജ് കഴിയുമ്പോൾ ഈ ചാപ്റ്റർ തീരും, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഹെഡിങ് എത്ര ദൂരം വരെ ഉണ്ട് അല്ലെങ്കിൽ എത്ര പേജ് വരെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ധാരണ നമുക്ക് ഉണ്ടാവണം. ആ ധാരണ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ആ ബുക്കിൻ്റെ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കത് വായിക്കാനും നമുക്കതിനെ കൺക്ലൂഡ് ചെയ്യാനും ഭയങ്കര എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു പേജ് വായിക്കുന്നു, ആ പേജ് എവിടെ തീരുന്നു എവിടെ തുടങ്ങുന്നു ഒന്നും നമുക്കറിയില്ല. ഇറ്റ് വിൽ ടേക്ക് ഫോർ എവർ. ആ ഒരു പ്രോസസ്സിന് ഒരു അവസാനം ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഡീപ്പ് റീഡിങ്ങിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബുക്കിനെ സ്കിം ചെയ്ത് പോകണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഒരു റീഡിങ് സ്പീഡ് സെറ്റ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നും, പക്ഷേ ദിസ് ഇസ് എ റിയാലിറ്റി. നമുക്ക് എല്ലാവർക്കും ഒരു റീഡിംഗ് സ്പീഡ് ഉണ്ട്. ചിലവർക്ക് ഒരു ബുക്ക് കാണുമ്പോൾ ഭയങ്കര ആവേശമായിരിക്കും, പെട്ടെന്ന് വായിച്ച് തീർക്കണം എന്നുള്ളതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് വായിച്ച് തീർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മിസ് ഔട്ട് ചെയ്യും. ചില ആൾക്കാർ ഭയങ്കര സ്ലോ ആയിരിക്കും. ഒരു പേജും വെച്ചിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ 1 മണിക്കൂർ വേണമെങ്കിലും അവർക്ക് ഇരിക്കും. അപ്പോൾ നമുക്കൊരു റീഡിംഗ് സ്പീഡ് ഉണ്ട്. അപ്പോൾ ആ റീഡിംഗ് സ്പീഡിൽ നമ്മൾ അഡ്ജസ്റ്റഡ് ആവണം. അപ്പം ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര പേജ് തീർക്കും എന്നുള്ള ഒരു റീഡിംഗ് സ്പീഡിലേക്ക് നിങ്ങൾ വരണം. ഇത് പെട്ടെന്ന് സംഭവിക്കില്ല. ഇത് ഒരുപാട് ബുക്സ് വായിക്കുമ്പോൾ, ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ പഠിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ സ്പീഡിലാണോ പോകുന്നത് സ്ലോ ആയിട്ടോ പോകുന്നതെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പം അതിൽ നിങ്ങൾ അഡ്ജസ്റ്റഡ് ആവുക എന്നുള്ളതാണ്. എന്നിട്ട് ഒരു നോർമൽ സ്പീഡിലേക്ക് നിങ്ങൾ അഡ്ജസ്റ്റഡ് ആവണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു പുസ്തകം വായിക്കുന്നതിന് മുമ്പായിട്ട് മൈൻഡിൽ സെറ്റ് ചെയ്യേണ്ട ഡിസിഷൻ. ഡ്യൂറിങ് റീഡിംഗ് നമ്മൾ ചെയ്യേണ്ട മറ്റ് ടിപ്സ് പറയാം. അതിലെ ആദ്യത്തെ കാര്യമാണ് ആക്റ്റീവ് റീഡിംഗ്. ആക്റ്റീവ് റീഡിംഗും ഉണ്ട്, പാസീവ് റീഡിംഗും ഉണ്ട്. പാസീവ് റീഡിംഗ് എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഒരു പുസ്തകം എടുക്കുന്നു, ആ പുസ്തകം വായിക്കുന്നു. ഇതാണ് പാസീവ് റീഡിംഗ്. ഒട്ടുമിക്ക എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതാണ്. ആക്റ്റീവ് റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത്
പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്യുന്നു, അവിടെ സ്റ്റിക്കി നോട്ട്സ് ഒട്ടിച്ച് വെക്കുന്നു, അതുപോലെ തന്നെ സൈഡിൽ നോട്ടുകൾ ഉണ്ടാക്കി വെക്കുന്നു, അവിടെ പേപ്പർ മാർക്കുകൾ വെക്കുന്നു. ഇങ്ങനെയാണ് ആക്റ്റീവ് റീഡിങ്. ആ ബുക്കിനായിട്ട് നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ബുക്കിനോട് നമ്മൾ എത്രത്തോളം ഇൻ്ററാക്ട് ചെയ്യുന്നു ആ ബുക്ക് അത്രത്തോളം നമ്മളോട് അടുക്കുകയും ചെയ്യും. അപ്പോൾ ആക്റ്റീവ് റീഡിങ് നമ്മൾ പാസീവ് റീഡിങ്ങിനെ വെച്ച് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഫെയിം ആൻഡ് ടെക്നിക്ക്. ഒരു പാരഗ്രാഫ് വായിക്കുക അല്ലെങ്കിൽ ഒരു സെക്ഷൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളതൊരു സിമ്പിൾ വേർഡിൽ മെമ്മറൈസ് ചെയ്യുക, അല്ലെങ്കിൽ സിമ്പിൾ വേർഡിൽ നിങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പറയുന്നത് പോലെയോ ഒന്ന് ബ്രീഫ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ആറ്റോമിക് ഹാബിറ്റ്സ് ആണ് വായിക്കുന്നത്, ഒരു ചാപ്റ്റർ നിങ്ങൾ വായിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ വായിച്ചത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞു നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു മെമ്മറി അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറി എൻഹാൻസ്ഡ് ആവും ഡെഫിനറ്റ്ലി. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആവും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെമ്മറൈസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇത് റിലേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, കണ്ടൻറ്റ് റിലേറ്റ് ചെയ്യണം. സോ ഇഫ് ദർ ഇസ് ഒരു ഡിഫിക്കൾട്ട് കോൺസെപ്റ്റ് ദാറ്റ് ഇസ് ബീൻ ഡിസ്കസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ ബുക്ക്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിയൽ ലൈഫിൽ എന്തെങ്കിലും കാര്യത്തിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ തലയിൽ സ്റ്റേ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നാഷണൽ ഇൻകം പഠിക്കുകയാണ് അല്ലെങ്കിൽ GDP പഠിക്കുകയാണ്, റിലേറ്റഡ് വിത്ത് ദ നോർമൽ മാൻ, അല്ലെങ്കിൽ ഒരു കൺട്രീനെ വെച്ച് റിലേറ്റ് ചെയ്യുക, നമ്മുടെ ഇന്ത്യയുടെ ബേസിക് സാഹചര്യങ്ങളെ വെച്ച് റിലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ വായിക്കുമ്പോൾ ഈ കാര്യം നമ്മുടെ മനസ്സിൽ നിന്നും പോവില്ല. വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ്, വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളതിനെ കോറിലേറ്റ് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ വായിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടിപ്പ്. നെക്സ്റ്റ് കാര്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കുകൾ എടുക്കുക എന്നുള്ളതാണ്. ഒരു ബുക്കും നമുക്ക് ഓവർനൈറ്റിൽ വായിച്ച് തീർക്കാൻ പറ്റില്ല. അങ്ങനെ വായിക്കുന്നതിൽ ദർ ഇസ് നോ പോയിന്റ്. അപ്പോൾ നമ്മൾ പൊമോഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യാം. 25 മിനിറ്റ്സ് റീഡ് ചെയ്തിട്ട് 5 മിനിറ്റ്സ് യു ക്യാൻ ടേക്ക് എ ബ്രേക്ക്. അപ്പോൾ പൊമോഡോറോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ യൂസ് എനി ടെക്നിക്, പക്ഷേ ടേക്ക് ഇനഫ് ബ്രേക്സ്. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് യു ഹാവ് ടു ഡു വൈൽ റീഡിങ് എ ബുക്ക്. ഇനി നിങ്ങൾ ഈ ബുക്ക് വായിച്ച് കഴിഞ്ഞാൽ ദ പ്രോസസ് ഡസ് നോട്ട് എൻഡ് ഹിയർ. അതാണ് ഞാൻ പറയുന്നത്. ഈ ബുക്ക് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഈ ബുക്കിനെ നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യാം. പലർക്കും ഒരു ബുക്ക് വായിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്ക് എന്തിനെക്കുറിച്ചാണ് എന്ന് പോലും പറയാൻ അറിയുന്നുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ വായിക്കുന്ന ബുക്ക്, ഐ എം വെരി ക്രേസി അബൌട്ട് ദിസ് ബുക്ക് കോൾഡ് ആസ് 4 Agreements. അപ്പോൾ ഞാൻ 4 Agreements വായിക്കുന്നു, പിന്നീട് ഒരാൾ എന്നോട് വന്ന് ചോദിക്കുകയാണ്, ഓക്കെ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് വായിക്കുന്ന ബുക്ക്? അപ്പോൾ ഞാൻ പറയുന്നു 4 Agreements. എന്തിനെക്കുറിച്ചാണ് ഈ ബുക്ക്? എനിക്കറിയില്ല. അപ്പോൾ എനിക്കതൊരു 4 സെൻറ്റൻസിൽ പറയാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്കതൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് ഇൻ റീഡിങ് ദാറ്റ് ബുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സമ്മറൈസ് ചെയ്യുക, നമ്മുടെ വേർഡ്സിൽ സമ്മറൈസ് ചെയ്യുക. എപ്പോഴും ആലോചിക്കുക, നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നാളെ ഒരാൾ നമ്മളോട് ഇത് ചോദിക്കുമായിരിക്കും, അയാൾക്ക് നമ്മളിത് എങ്ങനെ പറഞ്ഞു കൊടുക്കും? ആ ഒരു രീതിയിൽ തന്നെ ഇത് സമ്മറൈസ് ചെയ്യാം. അതൊരു കാര്യം. അത് നമുക്ക് വേറൊരാളെ പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്പേസ്ഡ് റെപ്പറ്റീഷൻ ചെയ്യുന്ന രീതിയിലായിരിക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഒരു ബുക്ക് ക്ലബ്ബോ അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു സിമിലർ ഐഡിയാസ് ഉള്ള ഫ്രണ്ട്സിനുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം റീഡിങ് എന്ന് പറയുന്നത് പലർക്കും ഡിഫിക്കൾട്ട് ആവുന്നത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഒരു റീഡിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പിയർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുമിച്ചൊരു ബുക്ക് വായിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഒരു ബുക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾക്കും ആ ബുക്ക് വായിക്കാൻ തോന്നുന്നു. ഇനി സ്റ്റഡി ബുക്സിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നതെന്ന് വിചാരിക്കുക. ഒരാൾ ലക്ഷ്മികാന്ത് വായിച്ചു, ഓക്കെ ഇന്ന ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു, സോ യു ഓൾസോ വോണ്ട് ടു റീഡ് ദാറ്റ് ചാപ്റ്റർ. അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ഞാൻ വായിച്ചു, നിനക്ക് എന്താ മനസ്സിലായി, എനിക്ക് ഇങ്ങനെയാണ് മനസ്സിലായത്. യു ക്യാൻ ഡിസ്കസ് ഇറ്റ് വിത്ത് യുവർ പിയർ ഗ്രൂപ്പ്. അപ്പോൾ ബുക്ക് എന്ന് പറയുന്ന സാധനം ഒരു വ്യക്തിയിൽ ഒതുങ്ങേണ്ടതല്ല, ഇറ്റ് ഷുഡ് ബി സ്പ്രെഡ്. അപ്പോൾ ആ സ്പ്രെഡിങ് നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം ആ ബുക്ക് നിങ്ങളിലേക്ക് കൂടുതൽ ഇൻകൾക്കേറ്റഡ് ആവും. അപ്പോൾ അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ 3 phases ആണ് പറഞ്ഞത്. ഒരു ബുക്ക് വായിക്കുന്നതിന് മുമ്പേ ഉള്ള കാര്യം, ഡ്യൂറിങ് യു റീഡ് ദാറ്റ് ബുക്ക് ആൻഡ് ആഫ്റ്റർ യു റീഡ് ദാറ്റ് ബുക്ക്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഇരുന്നൊന്ന് ആലോചിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഇഷ്ടം പോലെ കമൻറ്റ് ചെയ്യുക. Thank you so much.